കുതുബുദ്ദീൻ ഐബക്ക് തുർക്കി വംശജനായ ഒരു അടിമയായിരുന്നു കുതുബുദ്ദീൻ. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ച വംശത്തെ അടിമവംശം എന്ന് വിളിക്കുന്നത്. അധികാരം കിട്ടുന്നതിന് മുമ്പ് ഈ വംശത്തിലെ മറ്റു രാജാക്കന്മാരായ ഇൽതുമിഷ്, ബാബർ എന്നിവരും അടിമകളായിരുന്നു. ഡൽഹി സിംഹാസനത്തിൽ ആദ്യത്തെ സുൽത്താൻ എന്ന നിലയിൽ കുതുബുദ്ദീൻ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നു. നീതിനിഷ്ഠയും ഭരണകാര്യങ്ങളിൽ നിപുണനുമായിരുന്ന സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു ഐബക്ക്. നിശാപൂരിലെ കാസിയിൽ നിന്നാണ് കുതുബുദ്ദീൻ ഐബക്കിനെ മുഹമ്മദ് ഘോറി വിലക്കുവാങ്ങിയത്. കാസിയിൽ നിന്നു തന്നെ കുതുബുദ്ദീൻ സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. കുതുബുദ്ദീന്റെ കഴിവുകളിൽ മതിപ്പ് തോന്നിയ ഘോറി അയാൾക്ക് കൊട്ടാരത്തിൽ ഉയർന്ന പദവികൾ നൽകുകയും താൻ വെട്ടിപ്പിടിച്ച ദേശങ്ങളിലെ ഭരണ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മുഹമ്മദ് ഘോറിക്കു ശേഷം ഡൽഹിയെ സ്വന്തം അധീനതയിൽ കൊണ്ടുവരാൻ ഐബക്കിന് കഴിഞ്ഞു. ഒരു ദൃഢത വിശ്വാസിയായിരുന്ന കുതുബുദ്ദീൻ നീതി നടപ്പാക്കാനും ക്രമസമാധാനം ഉറപ്പുവരുത്താനും കൂടുതൽ ശ്രദ്ധ നൽകി. ജനങ്ങളോട് ഔദാര്യത്തോടെ അദ്ദേഹം പെരുമാറി. കൊള്ളക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും നാടിനെ രക്ഷിക്കുന്നതിലാണ് ഐബക്ക് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഡൽഹിയിലും അജ്മീരിലും അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ചു. ഇസ്ലാം മതത്തിന് പ്രചാരം സിദ്ധിക്കാൻ കുതുബുദ്ദീന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ശക്തനായ ഒരു യോദ്ധാവായിരുന്ന ഐബക്ക് 1210 പോളോ കളിച്ചുകൊണ്ടിരിക്കെ കുതിരപ്പുറത്തുനിന്ന് വീണാണ് കുതുബുദ്ദീൻ മരിച്ചത്. കുതുബുദ്ദീന് ശേഷം അധികാരമേറ്റ ആരാം ഷാ വളരെ കുറച്ചുകാലം മാത്രമേ ഭരിച്ചുള്ളൂ. കുതുബുദ്ദീൻ നീതി നിർവഹണത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഹസൻ നിസാമി എന്ന സമകാലിക ചരിത്രകാരൻ ആലങ്കാരിക ഭാഷയിൽ പറയുന്നത് ആ കാലഘട്ടത്തിൽ ചെന്നായയും ആട്ടിൻകുട്ടിയും ഒരേ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുമായിരുന്നുവെന്നാണ്. കലയെയും സാഹിത്യത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. കുത്തുബ് മിനാറിന്റെ നിർമ്മാണം തുടങ്ങിവെച്ചത് അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. ഹസൻ നിസാമി, ഫക്രുദ്ദീൻ എന്നീ സാഹിത്യകാരന്മാരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ധർമ്മനിഷ്ഠനായ അദ്ദേഹം ലോഭക്ഷക് എന്ന പേരിൽ അറിയപ്പെട്ടു. ലക്ഷങ്ങൾ ദാനം നൽകുന്നവൻ എന്നാണ് ആ പദത്തിന്റെ വിവക്ഷ.